السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമാക്കപ്പെട്ട ഈ പുണ്യദിനങ്ങളിലെ പകലുകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഈ ദിവസങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരായി ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഓരോരുത്തരും ദുൽഹിജ്ജയിലെ വളരെ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളിലാണുള്ളത് അല്ലെ. ഏതൊരു വിശ്വാസിയും, ഒരു മുസ്ലിമായി പിറന്ന ഏതൊരാളുടെയും ഖൽബില് മനസ്സ് നിറയെ പരിശുദ്ധ മായ മക്കയും കഅബയും അവിടെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെയായിരിക്കും നിറഞ്ഞു നിൽക്കുന്നുണ്ടാവുക അല്ലെ. ഏതൊരു വിശ്വാസിയുടെയും അല്ലെ ഒരു വല്ലാത്ത അടങ്ങാത്ത, അങ്ങനെ തന്നെ പറയാം, അടങ്ങാത്തൊരു ആഗ്രഹമാണ് കഅബാലയത്തില് ഒന്ന് ചെല്ലുക, അവിടെ ഒന്ന് കാണുക അല്ലെ, ആ പ്രദേശങ്ങളിൽ താമസിക്കുക എന്നുള്ളതൊക്കെ. പോയവർക്ക് ആഗ്രഹം കൂടുകയുള്ളൂ, പോയവർക്കും എല്ലാവർക്കും അല്ലെ അവിടെ ചെല്ലുക, അവിടെ എത്തുക, ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. പോയവർക്ക് വീണ്ടും പോകാനും പോകാത്തവർക്ക് പെട്ടെന്ന് തന്നെ പോകാനും അല്ലാഹു തആല വിധി കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനസ്സ് നിറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് അത്രയും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളായതുകൊണ്ട് തന്നെ നമ്മള് പരമാവധി ദുആയിലൂടെ കർമ്മങ്ങളിലൂടെ റബ്ബിലേക്ക് അടുക്കാൻ പരിശ്രമിക്കുക. പ്രാർത്ഥന, ശക്തമായ പ്രാർത്ഥനകൾ നമ്മളിൽ നിന്ന് ഉയരട്ടെ. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഓർത്ത് ഇത്തരം നമ്മുടെ അത്യാവശ്യങ്ങൾ അല്ലെ, ഇതൊക്കെ വളരെ വലിയ ഒരു ആഗ്രഹമാണ്. ഇപ്പം സമ്പത്തും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. സുബ്ഹാനല്ലാഹ്. എല്ലാവർക്കും റഹ്മാനായ റബ്ബ് അവിടെ എത്താനും നല്ല റാഹത്തായിട്ട് ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളില് ഇവിടെ നിന്നും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ അവിടെ ഹജ്ജിനെത്തിയിട്ടുണ്ട് അല്ലെ. അൽഹംദുലില്ലാഹ്. അവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. അവരവിടെ അത്രയും മഹത്തായ ഒരു കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഉള്ളതെങ്കിലും നമ്മൾ ഇവിടുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് നല്ല ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, നല്ല റാഹത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ, ഒരു പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രൂപത്തിൽ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കാരണം നമുക്കറിയാലോ, കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് എന്ന് പറയുമ്പോൾ അവിടെ നല്ല ചൂടും കുറച്ചധികം പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാലും എത്ര തന്നെ സൗകര്യങ്ങൾ, സജ്ജീകരണങ്ങൾ ചെയ്താലും അതിന് അതിൻ്റെതായ ത്യാഗവും സമർപ്പണവും തീർച്ചയായും റബ്ബിന്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു പരീക്ഷണം പോലെ അത് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാകും. എന്നാലും എന്ത് തന്നെ ആയാലും അവർക്കത് താങ്ങാനുള്ള കരുത്തും എല്ലാ കർമ്മങ്ങളും ഭംഗിയിൽ നിർവഹിക്കാനുള്ള തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏറ്റവും മബ്റൂറായ, മഖബൂലായ ഹജ്ജും ഉംറയും നിർവഹിച്ച് തിരിച്ചു വരാൻ അവർക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പൊ നമുക്ക് ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും റഹ്മാനായ റബ്ബിന്റെ ഒരു സമ്മാനം തന്നെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും പിന്നെ ഈ ഒരു എന്താ പറയാ, ഒരു മുഅ്മിനായ ഒരു വിശ്വാസിക്ക് അല്ലെ, പറഞ്ഞല്ലോ ആ ആഗ്രഹം, കൊതി. സത്യത്തില് എല്ലാ വർഷവും അവിടെ പോകാന്നുള്ളതും കർമ്മങ്ങൾ ചെയ്യാന്നുള്ളതും എല്ലാവർക്കും അത് സാധിക്കൂല അല്ലെ. അതൊരു പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. സത്യത്തില് അള്ളാഹു അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തില്
ആയുസ്സിൽ ഒരിക്കൽ മാത്രം കഴിവുള്ളവർക്ക് ആയുസ്സിൽ ഒരിക്കൽ മാത്രം ഹജ്ജ് നിർബന്ധമാക്കിക്കൊണ്ട് അള്ളാഹു താല നമുക്ക് അത് ഇളവ് ചെയ്തു അല്ലെ. അപ്പം പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഹജ്ജിന് പുറപ്പെട്ടവരും പുറപ്പെടാൻ സാധിക്കാതെ നാട്ടിൽ കഴിയുന്നവരുമായ എല്ലാവർക്കും ഈ പുണ്യദിനങ്ങളിലെ സൽക്കർമ്മങ്ങളിൽ എന്താകാം? പങ്കാളികളാകാം അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഹജ്ജ് നടക്കുന്ന ആ മഹത്തായ ദിവസങ്ങൾക്ക് ഇത്രയധികം ശ്രേഷ്ഠതയും പ്രാധാന്യം അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. ഒരു ഹജ്ജിന് പോകാൻ കഴിയാത്ത എല്ലാവരും ഈ 10 ദിവസങ്ങൾ നമ്മളെ വീടുകളിലിരുന്നിട്ട് അള്ളാഹു തആല നമുക്ക് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ ഇവിടുന്ന് ചെയ്യാം. കാരണം ഈ ദിവസങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിലല്ലേ ഇത്രയും ശ്രേഷ്ഠമായ വേറൊരു ദിവസം ഇല്ല എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അത്രമാത്രം പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താ ഈ ഒരു വിഷയത്തില് വന്നിട്ടുള്ളത് എന്താണ്? ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ളത് എന്താ? അഫ്ദലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ. ദുനിയാവിൽ ഇഹലോകത്തിലെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹിജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. കുറെ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി, ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളെ നമ്മളെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഈ 10 ദിവസങ്ങളിലെ പകലുകൾ എന്ന് പറയുന്നത് റമളാനിലെ അവസാനത്തെ 10 പകലുകളെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലെ. റമളാനിലെ അവസാനത്തെ 10 രാവുകൾ, അത് രാത്രികൾക്കാണ്. റമളാനിലെ 10 ദിവസങ്ങളിൽ രാവിനാണ് രാത്രികൾക്കാണ് ശ്രേഷ്ഠതയെങ്കിൽ ഈ ദിവസങ്ങളിലെ പകലുകൾക്ക് ഭയങ്കര ശ്രേഷ്ഠതയാണ്. അൽഹംദുലില്ലാ, ഇന്ന് നമുക്കില്ലേ ഇങ്ങനെ ഇതിനൊരുമിച്ച് കൂടാനും അള്ളാഹുവിന്റെ വചനങ്ങൾ പറയാനും അള്ളാഹുവിന്റെ മഹത്വങ്ങൾ പറയാനും ഒരു സദസ്സിൽ ഒരുമിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാ, അള്ളാഹു പൂർണ്ണമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ ഒരു സദസ്സിലൂടെ അള്ളാഹു വാഗ്ദാനം ചെയ്ത എല്ലാ പ്രതിഫലങ്ങളും റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം ഈ ഒരു 10 ദിവസങ്ങളെ ദുൽഹജ്ജിലെ 10 ദിവസങ്ങൾ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു ദിവസത്തെ സൽക്കർമ്മങ്ങളും ഇല്ല എന്നാ പറഞ്ഞല്ലേ. അമലു ഫി അയ്യാമിൽ അശ്രി അഫ്ദൽ മിൻ അമലി ഫി ഹാദിഹിൽ അയ്യാം എന്ന് പറഞ്ഞു. അപ്പം സഹാബാക്കള് ചോദിക്കുന്നുണ്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, വലൽ ജിഹാദ്, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദും ഇല്ലേ? അപ്പൊ എന്താ പറഞ്ഞ്? ഇല്ല അല്ലെ. അതായത് സ്വന്തം ശരീരവും സമ്പത്തുമായി അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദിന് പുറപ്പെടുകയും അവയിൽ നിന്ന് ഒന്നും തിരിച്ചു കൊണ്ടുവരാതെ രക്തസാക്ഷിയാകുകയും ചെയ്താലല്ലാതെ, അങ്ങനെയുള്ളത് അത് ഇതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. എന്നാൽ അത്രത്തോളം അല്ലെ അതിനോട് കിടയൊക്കുന്ന രീതിയിൽ ഈ ദിവസത്തെ കർമ്മങ്ങൾക്ക് അല്ലാഹു തആല ശ്രേഷ്ഠത നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം? നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം അല്ലെ. നമ്മൾ ഈ ദിവസങ്ങളില് ഓർക്കേണ്ടത് ആരെക്കുറിച്ചാ, എന്തിനെ കുറിച്ചാ? നമുക്ക് അല്ലെ ഈ ഹജ്ജിന്റെ ദിവസങ്ങൾ ഇന്ന് നമ്മൾ എവിടെയാ ഉള്ളത്? ഇന്ന് നമ്മള് നാട്ടിലാണുള്ളത് അല്ലെ. ഈ നാട്ടിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തുകൂടെ? ഹജ്ജിന്റെ ആ പ്രതിഫലം നമുക്ക് നേടിക്കൂടെ? തീർച്ചയായിട്ടും അല്ലെ. അതിനുള്ള അവസരങ്ങൾ റബ്ബ് നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് അവിടെ എത്താൻ സാധിക്കാത്ത നമ്മൾ റബ്ബിന് വേണ്ടി പൂർണ്ണമായ സമർപ്പണം ചെയ്യാൻ നമുക്ക് കഴിയണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഈ ഒരു വാക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൂർണ്ണമായും ഏറ്റെടുത്തു അല്ലെ. പരിപൂർണമായും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ ഒരാളാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. സുബ്ഹാനല്ലാഹ്. ഇന്ന് ഹജ്ജിന് വേണ്ടി അവിടെ എത്തിയ ഹാജിമാരെന്താ ചെയ്യുന്നത്? തന്റെ ശരീരവും മനസ്സും എല്ലാം റബ്ബിന് വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ നിലക്കും അല്ലെ, വേഷം കൊണ്ടും താമസ സൗകര്യങ്ങൾ കൊണ്ടും എല്ലാവർക്കും ഒരുപോലെ. സുബ്ഹാനല്ലാഹ് അല്ലെ.
പണമുള്ളവനും പാവപ്പെട്ടവനും എല്ലാരും ഒരുപോലെ മിനായിലും മുസ്ദലിഫയിലും അറഫയിലും സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് റബ്ബിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ചിന്തയും സംസാരവും നോട്ടവും എല്ലാം 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 റബ്ബിന്റെ തൃപ്തിയിൽ മാത്രമാക്കിക്കൊണ്ടാണ് അവരവിടെ കഴിഞ്ഞുകൂടുന്നത്. ഹജ്ജിന് പോയ ആളുകൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാം എന്തായാലും അവരുടെ മനസ്സ് അവിടെ തന്നെയായിരിക്കും. ഈ ദിവസങ്ങളില് അവിടത്തെ ഓരോ സെക്കൻഡുകളും മനസ്സ് നിറയെ അവിടെ ഇരിക്കും. കാരണം അത് ഒരു അനുഭൂതിയാണ് അല്ലെ. ആ ഒരു അനുഭവം അത് എന്തെല്ലാം പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു പ്രയാസമായിട്ട് തോന്നാത്ത അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരു മാതാവ്, ഗർഭം ചുമക്കുന്ന മാതാവ്, അവര് ഒരുപാട് പ്രയാസത്തിന് മേൽ പ്രയാസം വഹിച്ചുകൊണ്ടാണ് കുഞ്ഞിന് ഗർഭം ധരിക്കുന്നത്. പ്രസവമാണെങ്കിലോ അല്ലെ, അതും അതിനേക്കാൾ വേദനയോട് കൂടിയുള്ള ഒരു പ്രസവം. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഏതെങ്കിലും ഒരു ഉമ്മ അല്ലെ ആ ഒരു പ്രസവ വേദനയെ പറ്റി കുറ്റം പറയുകയോ അതിന്റെ പ്രയാസങ്ങൾ പറഞ്ഞ് ആൾക്കാരെ മുമ്പിൽ ഇതാക്കുകയോ ചെയ്യില്ല അല്ലെ. അതിനെ സന്തോഷം കൊണ്ടരെ സ്വീകരിക്കുന്ന ഒരിതാണ് അല്ലെ. സുബ്ഹാൻ. അതുപോലെ ഇത് എന്റെ ഒരു ചിന്തയിൽ വന്നൊരു ഉദാഹരണം മാത്രമാണ്. അതായത് അവിടെ നമ്മള് അത് ഒരു ആസ്വാദനം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം നമ്മളെ മനസ്സ്, നമ്മുടെ ചിന്ത, നമ്മുടെ വർത്തമാനം, നമ്മുടെ നോട്ടം ഇല്ലേ, അവിടുന്ന് ഒരു അനാവശ്യം പറയാനോ ചിന്തിക്കാനോ ഒന്നിനും നേരമില്ല, അതിന് കഴിയൂല. അതുപോലെ നമുക്കും കഴിയണം ഈ ദിവസങ്ങൾ കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട്, റബ്ബിന് വേണ്ടിയിട്ട് എല്ലാം അല്ലെ. നമ്മളൊരു അനാവശ്യമായ ഒരു നോട്ടം, അത് നമ്മൾ എന്തിനാ വേസ്റ്റ് ആക്കുന്നല്ലേ. നമ്മളെ സംസാരം വിക്റുകൾ കൊണ്ട് മുഖരിതമാകട്ടെ. ഈ ദിവസങ്ങളില് ധാരാളമായി തക്ബീറും തഹ്ലീലും തഹ്മീദും അധികരിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മുടെ വെറുതെ അല്ലെ നാവുകള് വെറുതെ അനാവശ്യ സംസാരങ്ങളിൽ മുഴുകാതെ ധാരാളമായി റബ്ബിനെ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലെ. ഈ അല്ലാഹു അക്ബർ, ഈ തക്ബീർ ധ്വനികൾ നമ്മളിങ്ങനെ നമ്മൾ ചൊല്ലുമ്പോണ്ടല്ലോ, നമ്മളെ കൽബില് ആ ഒരു അള്ളാഹുവിന്റെ ആ ഒരു ഇത് വരണം. അള്ളാഹുവിന്റെ ആ മഹത്വം നമ്മളെ ഇതിലേക്ക് വരണം. നമ്മളെ മനസ്സിന്റെ ഉള്ളിലേക്ക് അത് കയറണം. കാരണം ഈ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ അക്ബറാക്കിയ ദിവസങ്ങളാണ് അല്ലെ. അള്ളാഹു മാത്രമാണ് വലിയവൻ. അള്ളാഹു അല്ലെ ഏറെ കാലം ആഗ്രഹിച്ച് കൊതിച്ച് ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രം നേടിയെടുത്ത ആ കുഞ്ഞ് അല്ലെ ചോര പൈതലിനെയും പ്രിയതമയെയും അവിടെ ഒരു എന്താ പറയാ, ഒരു സങ്കോചവും ഇല്ലാതെ അവിടെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായത് തന്റെ മുമ്പില് എന്റെ റബ്ബിന്റെ കൽപ്പനയാണ് എനിക്ക് എല്ലാറ്റിനേക്കാളും വലുത് എന്ന ആ ഒരു സമർപ്പണം അല്ലെ, റബ്ബിലേക്ക് സമർപ്പിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ ചരിത്രം എല്ലാ വർഷവും ഓർക്കുന്നു, എല്ലാ വർഷവും നമ്മൾ പറയുന്നു, കേൾക്കുന്നു. പക്ഷെ നമ്മുടെ ജീവിതം ഇപ്പോഴും അല്ലെ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്ന് അല്ലാഹു തആല പറഞ്ഞ ആ പരിപൂർണമായ ഒരു മുസ്ലിം ആകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ സഹോദരിമാരെ? നമ്മളൊന്ന് ചിന്തിക്കണം ഈ വിഷയം, നമ്മളൊന്ന് ആലോചിക്കണം ഈ ഒരു കാര്യം. നമ്മൾ എത്രത്തോളം ഒരു മുസ്ലിമായി ജീവിക്കുന്നുണ്ട്? നമ്മുടെ കണ്ണുകൾ മുസ്ലിമായോ? നമ്മുടെ കാതുകൾ മുസ്ലിമായോ? നമ്മുടെ നാവ് മുസ്ലിമായോ? നമ്മുടെ കൈകാലുകൾ മുസ്ലിമായോ? സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾ മുസ്ലിമാക്കാൻ നമുക്ക് കഴിയണം. എന്താ മുസ്ലിം എന്ന് പറഞ്ഞാല്? എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാല്? എന്താ അസ്ലം തൂ എന്ന് പറഞ്ഞാല്? അള്ളാഹുവിന് വേണ്ടി അല്ലെ എല്ലാം 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 നമ്മൾ സമർപ്പിക്കാൻ തയ്യാറാകണം.
ഇന്ന് ഹാജിമാര് അവിടെ അല്ലെ പുരുഷന്മാര് രണ്ട് രണ്ട് തുണിയിലാണ് അവർ ഒതുങ്ങുന്നത്. സുബ്ഹാന, ഈ ദിവസങ്ങളിൽ മുഴുവനും രണ്ടേ രണ്ട് തുണികളിൽ അല്ലേ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചാൽ അവിടെ കഴിയാൻ കഴിയൂല. അവര് തരുന്ന ഭക്ഷണം നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് കഴിച്ചോളാം അല്ലെ. അൽഹംദുലില്ലാ, അതെല്ലാവർക്കും ഒരുപോലെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അവിടെ തയ്യാറാവുകയാണല്ലേ അവര്. നമ്മൾ ഇവിടെയും അല്ലെ മുൻകാലഘട്ടങ്ങളിലെ സഹാബാക്കളുടെ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. അവർ ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളും ഉള്ളവരായിരുന്നു. പക്ഷെ അവർ അതിനനുസരിച്ച് ദൂർത്തടിച്ചിട്ടാണോ ജീവിച്ചത്? അവരുടെ വീടുകൾ കൊട്ടാര സമാനമായിരുന്നോ? അവരുടെ വസ്ത്രങ്ങൾ ഇങ്ങനെ ആർഭാടമായിരുന്നോ? അവരുടെ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാടുണ്ടായിരുന്നോ? ഇല്ല അല്ലെ. അവരെത്ര ലളിതമായാണ് ജീവിച്ചത്, എത്ര ലാളിത്യത്തോടു കൂടിയാണ് അവർ ജീവിച്ചത്. സുബ്ഹാനല്ലാഹ് അല്ലെ. ഖലീഫയായിരുന്ന, ഭരണാധികാരിയായിരുന്ന കാലത്ത് പോലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമുക്കറിയാം അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് അവര് എല്ലാം റബ്ബിന് വേണ്ടി അവർ സമർപ്പിക്കാൻ തയ്യാറായിരുന്നു. അവർക്ക് ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങളോടായിരുന്നില്ല താല്പര്യം. എല്ലാം റബ്ബിനെ സമർപ്പിച്ച് നാളത്തെ പരലോകത്തെ അത്യുന്നതമായ ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടിയായിരുന്നു അവരുടെ ജീവിതം. നമ്മളൊന്ന് വിലയിരുത്താൻ. നമ്മൾ എത്രത്തോളം നമ്മളൊരു മുസ്ലിമായി. ഇപ്പോഴും നമ്മുടെ കണ്ണുകൾ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം അൽഹംദുലില്ലാ റബ്ബിന്റെ അത്യധികമായ, അത്രയും അപാരമായ അനുഗ്രഹീതമായ ഒരു ഉപകരണം തന്നെയാണല്ലേ ഇത്. ഈ ഒരു സോഷ്യൽ മീഡിയ നമുക്ക് റബ്ബ് തന്ന വലിയൊരു ഹൈറാണിത്. പക്ഷെ ഈ ഒരു ഹൈറിലൂടെ പിശാച് അല്ലെ നമ്മുടെ നോട്ടങ്ങളെ തെറ്റിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കാഴ്ചകൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ കേൾവികൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൈവിരലുകൾ പ്രവർത്തിക്കുന്നത് തെറ്റായ രീതിയിലേക്ക് ഒരു സ്ക്രോൾ ഇങ്ങോട്ടേക്ക് മാറിപ്പോയാല്, അപ്പൊ നമ്മൾ ചിന്തിക്കാം, നമ്മുടെ ഈ വിരലുകൾ ഇത് മുസ്ലിം ആയിട്ടുണ്ടോ? നമ്മുടെ ഈ കണ്ണുകൾ ശരിക്കും മുസ്ലിം ആയിട്ടുണ്ടോ? നമ്മുടെ ഈ കാതുകൾ മ്യൂസിക്കും ഹറാമായ കാര്യങ്ങളും കേൾക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിട്ടില്ല, നമ്മൾ ശരിക്കും ഒരു മുസ്ലിം ആയിട്ടില്ല അല്ലെ. അള്ളാഹു നമുക്ക് ഗിഫ്റ്റായിട്ട് തന്ന ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്വാസിയായ, ഒരു മുസ്ലിമായി ജനിക്കാൻ ഈ ഭൂമിയിൽ അവസരം കിട്ടിയ നമ്മൾ ഓരോരുത്തരും അള്ളാഹു നൽകിയ ഈ ഗിഫ്റ്റിനെ ഏത് രൂപത്തിലാണ് ഉപയോഗപ്പെടുത്തിയത്? കുറെ ദിവസങ്ങൾ കഴിഞ്ഞില്ലേ ഖുർആനിന്റെ പാരായണം. നമ്മൾ എത്രത്തോളം നിർവഹിച്ചു? നമ്മളെ ജീവിത തിരക്കിൽ ഇങ്ങനെ ഓടുകയാണ് അല്ലെ. അതിനിടയിൽ ഒരു കടമ തീർക്കൽ എന്നോണം ചിലപ്പോ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഓതിയിട്ടുണ്ടാവുമായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ എന്താ പറഞ്ഞെന്നറിയോ? ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരത്തിന് റമളാനിൽ നിസ്കരിക്കുന്ന 2 റക്അത്തിനേക്കാൾ പുണ്യമുണ്ട്. സത്യത്തില് ഈ ഒരു പോസ്റ്റ് ഈ ദിവസം തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഒരു സഹോദരി എനിക്ക് അയച്ചിട്ട് ചോദിച്ചു, ഈ പറയുന്നത് ശരിയാണ്, ഇത് ഒതന്റിക് ആണോ, ഇത് തെറ്റല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞത് ഹദീസല്ല, ഇതൊരു പണ്ഡിതന്റെ ഉദ്ധരണിയാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം എന്താ? ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഹദീസ് എന്താണ്? ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മം മറ്റേത് ദിവസങ്ങളെക്കാൾ പുണ്യമുണ്ട് എന്ന് അള്ളാഹു റസൂൽ പറയുമ്പോ, പിന്നെ അതിലെന്താ? റമളാനിനോട് ഉപമിച്ചത് എന്തിനാന്നറിയോ ഈ പണ്ഡിതൻ? നമുക്കതിന്റെ ഇതിന്റെ മഹത്വം അറിയാൻ വേണ്ടിയിട്ടാ. റമളാനെക്കാട്ടിയോ 2 റക്അത്തിന് ഈ ദിവസം ചെയ്യുന്നതിന് പുണ്യം ഉണ്ട് എന്നാ. അതെങ്ങനെ ശരിയാവാ എന്നാ ചോദിച്ചേ. നമ്മൾ ബുദ്ധിയും യുക്തിയല്ല, ശരിക്കും ബുദ്ധി തന്നെ ചിന്തിച്ചോ അല്ലെ. ഒന്ന് ആലോചിച്ചു നോക്ക്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേത് ദിവസത്തെക്കാൾ, ദുനിയാവിലെ മറ്റേത് ദിവസത്തെക്കാളെന്നാ പറഞ്ഞേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ അതിനത്ര അല്ലെ. അപ്പൊ ഈ 2 റക്അത്ത് നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ എത്രയും നഷ്ടം. ഒന്ന് ആലോചിച്ചു നോക്ക്. പലരും ഈ ഒരു പുണ്യം തീരെ അറിയാതെ പോകുന്നുണ്ട്. അതുപോലെ പിന്നെ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ വെള്ളിയാഴ്ച, ശരിക്കും നമുക്ക് 2 വെള്ളിയാഴ്ച നമുക്ക് കിട്ടുന്നതിലെ സുബ്ഹാനല്ലാഹ്. എന്താ പറയാ, പിന്നെ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക.
അതായത് ദുൽഹിജിലെ ആദ്യ 10 ദിവസങ്ങളിലെ വെള്ളിയാഴ്ച മറ്റ് മാസങ്ങളിലെ വെള്ളിയാഴ്ചകളാൽ ശ്രേഷ്ഠകരമാണ്. ഇബ്നു ഹജർ റഹ്മഹുള്ള പറയാൻ 2 ശ്രേഷ്ഠതകൾ ഒരുമിക്കുന്നു അല്ലെ. ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ കടന്ന വെള്ളിയാഴ്ച മറ്റേത് വെള്ളിയാഴ്ചകൾ മികച്ചതാകുന്നു. കാരണം സാധാരണഗതിയിൽ വെള്ളിയാഴ്ചക്ക് എന്തുണ്ട്, ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ. അത് ദുൽഹജ്ജിലെ 10 ദിവസങ്ങളിലൂടെ കടന്നു വരുമ്പോഴോ സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പരമാവധി നമുക്ക് ഓരോരുത്തർക്ക് എന്തിലാണോ കൂടുതൽ മികവ് പുലർത്താൻ കഴിയുക അതിൽ നിങ്ങൾ മികച്ചതാകാൻ ശ്രമിക്കുക. അതായത് പിന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പോ ഓരോരുത്തർക്ക് ഏതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള അമലുകൾ ഓരോരുത്തർ എടുക്കാം. ചിലർക്ക് ദിക്റുകളായിരിക്കും, ധാരാളമായി ദിക്റുകൾ അധികരിപ്പിക്കാം, ഹൃദയം കൊണ്ടുള്ള ദിക്റുകൾ തന്നെ അധികരിപ്പിക്കാം. ഇനി ചിലർക്ക് പിന്നെ ഖുർആൻ പാരായണമായിരിക്കും, ധാരാളമായി ഖുർആൻ പാരായണം. എന്നാൽ മറ്റുള്ളത് ചെയ്യേണ്ടതാണോ? അങ്ങനെയല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് അതിൽ ഒന്നുകൂടി മികച്ച രീതിയിൽ അതിൽ നിർവഹിക്കുക. ബാക്കിയുള്ളതും അതിന്റെ കൂടെ തന്നെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പരിശ്രമിക്കുക. പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. എല്ലാ കാര്യത്തിനും നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്. നമുക്ക് ശാരീരികമായി ഇങ്ങനെ ഒരു പ്രയാസം, നമുക്ക് തഹജ്ജുദ് നേരത്തെ എഴുന്നേൽക്കാൻ കഴിഞ്ഞാൽ റബ്ബിനോടൊന്ന് കരഞ്ഞു പറഞ്ഞു നോക്ക്, അള്ളാ എനിക്ക് കഴിയുന്നില്ല റബ്ബെ, നീ എനിക്ക് ആഗ്രഹമുണ്ട് ഇല്ലേ, എനിക്കൊന്ന് നേരത്തെ എഴുന്നേറ്റ് കുറച്ചധികം ഓതി ഇങ്ങനെ നിസ്കരിക്കണമെന്ന് റബ്ബെ എനിക്ക് ആഗ്രഹമുണ്ട് റബ്ബെ, നീ എന്നെ സഹായിക്കണേ അള്ളാ. രാത്രി ഉറങ്ങുന്ന നേരത്ത് നിങ്ങൾ ഇതെല്ലാം ഒന്ന് ദുആ ചെയ്തിട്ടൊന്ന് കിടന്നോക്ക്. നമ്മൾ അറിയാണ്ട് നമ്മൾ എണീക്കുന്നത് സുബ്ഹാനല്ലാഹ് അനുഭവിച്ചറിയാൻ കഴിയും. അങ്ങനെ ഓരോ കാര്യങ്ങളും ദുആ ചെയ്ത് നോക്ക്. റബ്ബിനോട് റബ്ബ് എന്താ പറഞ്ഞ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടില്ലേ അല്ലെ, അള്ളാഹിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കണം. അള്ളാഹിന്റെ സഹായം ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നമ്മൾ പറയുന്നില്ലേ. ഈ ദിക്റുകൾ തന്നെ നിങ്ങൾ പറഞ്ഞു നോക്ക്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നുമ്പോ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇതിങ്ങനെ ചൊല്ലി നോക്ക്. അതിങ്ങനെ ഈസി ആകുന്നത് ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നും. പലപ്പോഴും ഞാൻ എന്റെ ഒരു അനുഭവം പറയാ, ഇങ്ങനെ ക്ലാസ്സുകൾ ഉള്ള ദിവസം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഇതിപ്പോ ഓൺലൈൻ ആയത് നമ്മൾ വീട്ടിൽ തന്നെ അൽഹംദുലില്ലാഹ് നമുക്കൊരു പ്രയാസം ഇല്ല. പക്ഷെ ഇങ്ങനെ പോയി എടുക്കുന്ന ദിവസങ്ങൾ ഉണ്ടല്ലോ ക്ലാസ്, അപ്പൊ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമുക്ക് എന്തെന്നായാലും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെറ്റാക്കി അല്ലെ. വീട്ടില് കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യം, പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരുടെ കാര്യം, വീട്ടില് അങ്ങനെ ഓരോന്നും അല്ലെ നമ്മൾ എല്ലാം ചെയ്ത് ഇറങ്ങണം. സാധാരണ ദിവസം നമ്മൾ ഉച്ചവരെ എടുക്കുന്ന പണി ഈ ക്ലാസ്സും ഇങ്ങനത്തെ കാര്യങ്ങളുള്ള ദിവസം ഉണ്ടല്ലോ, ഒരു 9:30-10 മണിയാകുമ്പോഴത്തേക്ക് ഫുൾ പണി കഴിഞ്ഞിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്, ഭയങ്കര അതിശയം തോന്നുന്നു. പക്ഷെ എന്താ എനിക്ക് അതിൽ നിന്നൊരു പാഠം നിനക്ക് മനസ്സിലായതെന്നറിയോ, ഇങ്ങനെ ദിവസമല്ലേ ഒന്നും കൂടി ദുആ ശക്തമാകും നമ്മള്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പൊ റബ്ബേ എല്ലാം എളുപ്പാക്കി തരണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഓരോന്നും അല്ലെ നമ്മൾ ദുആ ചെയ്തിട്ട്, അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ആ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെങ്കിലല്ലേ ആ പ്രാർത്ഥനയോടെ നമ്മുടെ ദിവസങ്ങൾ ഓരോ സെക്കൻഡുകളും നമ്മൾ പ്രാർത്ഥിച്ച് അള്ളാഹിനോട് പറഞ്ഞ് നമ്മള് മുന്നോട്ട് പോയാൽ തന്നെ നമുക്ക് ഇത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും തീർച്ചയായിട്ടും. അപ്പം ഈ ദിവസങ്ങൾ വെള്ളിയാഴ്ച 10 ദിവസങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്താം. ഈ ദിവസങ്ങൾ സലഫുകളെ പറയുന്ന അവർ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുന്നത്. തനിക്ക് കഴിയില്ല എന്ന് തോന്നുമാറ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനായി പരിശ്രമിക്കാറുണ്ടായിരുന്നു എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം പിന്നെ ചില ആൾക്കാർ പറയില്ലേ, ഈ ദിവസങ്ങളിൽ ഇത്രയും സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ പറഞ്ഞപ്പോ നോമ്പെന്ന വിഷയത്തിൽ ചില ആൾ പറയും, ഈ ദിവസങ്ങൾ അങ്ങനെ പ്രത്യേക നോമ്പെടുക്കുന്ന അങ്ങനെ സുന്നത്തൊന്നും ഇല്ല, അങ്ങനെ നോമ്പൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, അറഫ ദിവസം മാത്രം എടുത്താൽ മതി എന്നൊക്കെ ചിലര് പറയും. സുബ്ഹാനല്ലാഹ്, എന്തറിഞ്ഞിട്ടാ പറയുന്നതിലെ, എന്തൊരു അറിവില്ലായ്മയാണ്, എന്തൊരു വിഡ്ഢിത്താണത്. കർമ്മങ്ങൾക്ക് ഇത്രയും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളില് കർമ്മങ്ങളിൽ തന്നെ വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് എന്ത്, നോമ്പ് എന്നുള്ളത് അല്ലെ. അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ട അല്ലെ, തന്റെ അടിമകളെ നരകത്തിൽ നിന്ന് വിദൂരമാക്കുന്ന വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു സൽക്കർമ്മമാണ് എന്ത്, നോമ്പ്.
അപ്പൊ നമുക്ക് ഈ നോമ്പെടുത്തൂടെ? നോമ്പ് എടുക്കാം, തീർച്ചയായും എടുക്കാം. 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾക്ക്. 10ാമത്തെ ദിവസം നമുക്ക് എന്താണ്? പെരുന്നാൾ. അതുകൊണ്ട് 10 എന്നുള്ളത് പെരുന്നാൾ ദിവസമായതുകൊണ്ട് തന്നെ അന്ന് നോമ്പെടുക്കാൻ പാടില്ല. പക്ഷെ ദുൽഹജ്ജ് 1 മുതൽ നമുക്ക് എന്താക്കാം? നോമ്പെടുക്കാം. ഇത്രയും ദിവസം കഴിഞ്ഞു പോയി, അയ്യോ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് നിയത്തൊക്കെ നാളെ മുതൽ, നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ആ അവസരം ഉപയോഗപ്പെടുത്താം. ചിലർ ഈ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ദുആ ചെയ്യാ, ഈ അറിയാതെ പോയതിന്റെ പേരിൽ നഷ്ടമായ ഈ ഒരു പ്രതിഫലം കിട്ടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാം. എന്നിട്ട് മനസ്സിൽ കരുതുക, ഇൻഷാ അല്ലാഹ് അള്ളാഹു ആയുസ് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അടുത്ത വർഷത്തെ ഈ ദിവസങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തും എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാം. കാരണം പുണ്യങ്ങൾ അല്ലെ, നമുക്ക് ഏറെ പുണ്യങ്ങൾ സമ്പാദിക്കാനുള്ള ശ്രേഷ്ഠമായ അവസരങ്ങളാണ് റബ്ബ് ഈ ദിവസങ്ങളിൽ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് എന്താക്കാം? കൂടുതൽ കൂടുതൽ പ്രയത്നിക്കാം. കൂടുതൽ പ്രയത്നിക്കൽ സുന്നത്താണ്. അല്ലെ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇഫ്അലുൽ ഖൈറ ദഹ്റകും വതഅറദു ലിനഫഹാത്തി റഹ്മത്തില്ലാഹ് ഫഇന്ന ലില്ലാഹി നഫഹാത്തിൻ മിൻ റഹ്മതിഹി. അതായത് നിങ്ങളുടെ ആയുസ്സിൽ പരമാവധി നിങ്ങൾ നന്മകൾ പ്രവർത്തിക്കുക, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ദാനങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക. അള്ളാഹുവിന് അവന്റെ കാരുണ്യത്തിൽ നിന്നുള്ള ചില ദാനങ്ങളുണ്ട്. അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകൾക്ക് അവനത് നൽകുന്നവനാണ്. അപ്പോ അത്തരം വല്ല ദാനവും ആർക്കെങ്കിലും നൽകപ്പെട്ടാൽ അതിനുശേഷം അവന് ദൗർഭാഗ്യം സംഭവിക്കുകയില്ല. അപ്പം നമ്മൾ എന്താക്കേണ്ടതെന്ന് വെച്ചാല്, അതായത് ഇവിടെ പരമാവധി എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളെ ആയുസ്സിൽ നന്മകൾ പ്രവർത്തിക്കാൻ കഴിയോ അത്രത്തോളം നന്മകൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഹദീസിലൂടെ നമ്മളെ ഉണർത്തുന്നത്. അപ്പൊ നമ്മളെ ആയുസ് എപ്പ തീരും നമുക്കറിയില്ല, നമ്മൾ എപ്പ ഉണ്ടാവും നമുക്കറിയില്ല. അതുപോലെ ഇപ്പൊ യൗമ അറഫ അറഫ ദിവസത്തിലെ നോമ്പിന്റെ ശ്രേഷ്ഠത എന്താ പറഞ്ഞത്? കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന പറഞ്ഞ 2 വർഷത്തെ പാപങ്ങൾ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതൊക്കെ ഈ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സൽക്കർമ്മങ്ങളെ കുറിച്ച് നമുക്കൊരു കൃത്യമായൊരു ബോധം, ധാരാളമായി അള്ളാഹുവിന്റെ ദിക്ർ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് അള്ളാഹുവിന്റെ ദിക്ർ എന്നുള്ളത്. അത് നമുക്ക് എല്ലാറ്റിലും കൊണ്ടുവരാം. നമ്മുടെ വീട്ടു ജോലികൾ ചെയ്യുമ്പോൾ, ഒരു മുറ്റമടിക്കുമ്പോ, അകമടിക്കുമ്പോ, തുടക്കുമ്പോ, പാത്രം കഴുകുമ്പോ, വസ്ത്രം അലക്കുമ്പോ, എല്ലായ്പ്പോഴും എന്ത് കൊണ്ടുവരാം? അള്ളാഹുവിന്റെ ദിക്ർ നമുക്ക് കൊണ്ടുവരാം. ചെയ്തൂടെ? നമ്മുടെ നാവിന് അവിടെ എന്തെങ്കിലും പണിയുണ്ടോ? ഒരു പണിയും ഇല്ല, അല്ലെ? അപ്പൊ നമ്മളെ നാവുകൾ അവിടെ ഇങ്ങനെ അള്ളാഹുവിന്റെ ദിക്റുകൾ കൊണ്ട് ഇങ്ങനെ മുഖരിതമായി കൊണ്ടേയിരിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളിലും ആ ഒരു ഇതുണ്ടാവണം. അല്ലാഹു അക്ബർ വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത് വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്. ധാരാളമായിട്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ ഈ ദിവസങ്ങൾ നമ്മൾ എന്താക്കുക? ഉപയോഗപ്പെടുത്താം, അല്ലെ? തക്ബീറും തഹ്ലീലും തഹ്മീദും കൊണ്ട് അധികരിപ്പിക്കാനാണ് പറഞ്ഞത്. തക്ബീറുകൾ കൊണ്ട് സജീവമാക്കുക. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, തക്ബീർ ധ്വനികൾ നമ്മൾ മുഴക്കുമ്പോ നമ്മുടെ മനസ്സിൽ ആരാ ഓടി വരേണ്ടത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു ചരിത്രം നമ്മളിലേക്ക് വരണം, അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ കൽപ്പന ആ പിഞ്ചു കുഞ്ഞിനെ അവിടെ ആക്കി പോവുകയാണ്, അല്ലെ? ഹജറ ബീവി അല്ലെ, വിജനമായ ആ മരുഭൂമിയില് ആ പിഞ്ചു കുഞ്ഞുമായി അവിടെ നിൽക്കുമ്പോ ഭക്ഷണമില്ല, വെള്ളമില്ല, ആരും കൂട്ടിനില്ല. എന്നിട്ടും അവരെന്താ? ഒരു പരാതി പറഞ്ഞില്ല, അല്ലെ? ഒരു പരിഭവം പറഞ്ഞില്ല, അല്ലെ? റബ്ബിന്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിൽ സമർപ്പിക്കുകയാണ് ചെയ്തതെന്നും. നമ്മൾ ഹജ്ജിന് പോകാതെ നമ്മൾ ഇവിടെ നിന്ന് അള്ളാഹുവിലേക്ക് പൂർണ്ണമായ സമർപ്പണം തവക്കുൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം, അല്ലെ?
നമ്മള് ഒരു മുസ്ലിമായി ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും നിസ്കാരത്തില് നമ്മൾ പറയുന്നില്ലേ, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ എപ്പോഴും പറയുന്നില്ലേ, എന്റെ നിസ്കാരം, എന്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളും, എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം എന്റെ റബ്ബിന് ഞാൻ നിന്നെ സമർപ്പിക്കുന്നു എന്ന് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുന്നുണ്ടാ? സുബ്ഹാനല്ലാഹ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ മക്കൾക്ക് നമുക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ഹാജറ ബീവിയുടെ ഒക്കെ കഥ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അത് കഥ കേൾക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളൊക്കെ വലുതായിട്ടുണ്ടാവില്ലേ ഇപ്പോ? അൽഹംദുലില്ലാ. സത്യം പറയാലോ, ഈ 2-3 ദിവസങ്ങളായി ഞാൻ എന്റെ മോൾക്ക് ഈ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. സത്യം എനിക്കിത് ഇങ്ങനെ പറയാനും കേൾക്കാനും എന്തോ വല്ലാത്തൊരു ഇഷ്ടം. റബ്ബേ, ആ ഒരു ഇഷ്ടം അല്ലാഹു തആല നമുക്ക് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും ഹജറ ബീവിയെയും ഇസ്മായിൽ അലൈഹി സ്വലാമിനെയും ഒക്കെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലെ, ആരും ആഗ്രഹിക്കലുണ്ട്? നിങ്ങൾ ആഗ്രഹിക്കലുണ്ട്? അത് പ്രാർത്ഥിക്കലുണ്ട് അങ്ങനെ? അല്ലെ, നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കഴിഞ്ഞാല് പിന്നെ ഇങ്ങനെ ഓരോ നബിമാരുടെ ചരിത്രം കേൾക്കുമ്പോ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. ഈസാ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹി, ഓരോ നബിമാരെയും റബ്ബ് എല്ലാ പ്രവാചകന്മാരുടെയും കൂടെ സ്വർഗത്തിലെ നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും. നമ്മൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം പറയുന്നില്ലേ, അതാരാ? മിനൻ നബിയീൻ, അല്ലേ? മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന. ആ ഒരു പ്രാർത്ഥന നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെ മനസ്സിലുണ്ടാവണം. പക്ഷെ മനസ്സിലുണ്ടാവണം നമുക്ക്, അല്ലെ? നമ്മൾ ഇതിങ്ങനെ പറയുന്നു അങ്ങനെ പോയാ പോരാ. ഞാനിങ്ങനെ ഇന്നലെ രാത്രി അജറിന്റെ കാര്യം മോൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ എന്നോട് മോള് ചോദിക്കുന്നത്, അന്നേരം അവിടെ AC ഉണ്ടായിനമ്മ അവിടെ ഹജറ ബീവിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും? ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, അവിടെ മരുഭൂമിയാ, ചുട്ട കൊള്ളുന്ന മരുഭൂമിയും ഒരുപാട് പാറക്കൂട്ടങ്ങളും, അല്ലെ? ഒരുപാട് പാറക്കൂട്ടങ്ങൾ, വലിയ മലകള്, മലഞ്ചെരുവില്, ആ മരുഭൂമിയില് അവരിങ്ങനെ റബ്ബിന്റെ പ്രതീക്ഷയിൽ, റബ്ബിലുള്ള പ്രതീക്ഷയില് അവരും ആ സഫയിലേക്ക് ഓടിക്കയറുന്ന രംഗം നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലേ. അവര് ഓടിക്കയറി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി, ഏതെങ്കിലും യാത്രക്കാർ ആരെങ്കിലും പോകുന്നുണ്ടോ, അല്ലെ? തന്റെ ഈ പിഞ്ചു കുഞ്ഞിന് ഇത്തിരി വെള്ളം കൊടുക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ച് അവർ കയറി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അത് കഴിഞ്ഞ് അവിടെ ആരെയും കാണാനില്ല. വീണ്ടും അവരിറങ്ങി അപ്പുറത്തേക്കില്ലേ, അപ്പുറത്തെ ഭാഗത്ത്, ഇപ്പുറത്തെ ഭാഗത്തൊന്നും ആരെയും കാണുന്നില്ല. നേരെ അപ്പുറത്തേക്ക് പോകാണ്. ആ ഒരു ദൂരം ഒന്ന് നോക്ക്, അല്ലെ? നമ്മള് ചെറുപ്പത്തിലൊക്കെ ഈ കഥ കേൾക്കുമ്പോ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിക്കും അടുത്തടുത്ത 2 കുന്നുകളാണെന്ന് ഞാൻ വിചാരിച്ചത്. സുബ്ഹാനല്ലാഹ്. ഹാജറ ബീവി ഓടിയതില്ലേ, സുബ്ഹാനല്ലാഹ്. അവരുടെ ആ ത്യാഗം, അവർ നിരാശയായില്ല. അവർ ഓടി ഓടി പരിശ്രമിച്ച് പ്രാർത്ഥിച്ചു, അല്ല? അതിന്റെ മുകളിൽ കയറി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവര് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവിനോട്. അള്ളാഹുവിന്റെ സഹായം അവർ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പരിശ്രമം അവർ 7 തവണയാണല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഒരു പരിശ്രമത്തിന്റെ റിസൾട്ട് അള്ളാഹു തആല അവിടെ കാണിച്ചു കൊടുക്കാന്നല്ലേ. സുബ്ഹാനല്ലാഹ്. എന്താലേ ആ പിഞ്ചു കുഞ്ഞു കിടന്ന് കരയുന്ന ആ സ്ഥലത്തുനിന്ന് അള്ളാഹു തആല ഒരു നീറുറവ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്, അല്ലെ, വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒരു വെള്ളം അള്ളാഹു തആല നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് ഹാജറ ബീവിന്റെ ആ ഒരു ക്ഷമയുടെയും സമർപ്പണത്തിന്റെയും ത്യാഗ പരിശ്രമത്തിന്റെയും അള്ളാഹുവിലുള്ള തവക്കുലിന്റെയും റിസൾട്ടാണ് അള്ളാഹു തആല അവിടെ കാണിച്ചു കൊടുക്കുന്നത്. നമ്മൾ എന്തിനാ വർഷം വർഷം നമ്മളെ കൊണ്ട് അള്ളാഹു തആല ഈ കർമ്മം ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്, അല്ലെ? അവിടെ നമ്മൾ ഓടിപ്പിക്കുന്നത് എന്തിനാ? അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുന്ന എന്തിനാ? സംസം നമ്മൾ കുടിക്കുന്നല്ലേ. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം, മഖാമ ഇബ്രാഹിമിന്റെ പിന്നിൽ നമ്മളെ നിസ്കരിപ്പിക്കുന്നല്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഈ ചരിത്രങ്ങൾ നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ടാ. ഈ ചരിത്രങ്ങൾ വെറുതെ ഓർത്തു പോകാനല്ല, നമ്മളെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട്. നമ്മളും ആവണം എന്ത്? ഈ സമർപ്പണത്തിന്റെ ഒരു ഭാഗമാകാൻ നമുക്ക് കഴിയണം. അല്ലെ? ഹാജർ എന്ന ആ മാതാവ്, സുബ്ഹാനല്ലാഹ്, ആ കുഞ്ഞു പൈതലിനെ അവിടെ ഉപേക്ഷിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോവുകയാണ്. പിന്നെ വളർത്തി വലുതാക്കുന്നത് ആരാ? ഹജറ ബീവിയുടെ സംരക്ഷണത്തിൽ, ആ ഒരു ശിക്ഷണത്തിൽ ആ കുഞ്ഞ് വളരുന്നതല്ലേ. ആ കുഞ്ഞ് അത്രയും സ്വാലിഹായ, ഹലീമായ, അല്ലെ, അനുസരണയുള്ള ഒരു മകനായി വളരുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ഉമ്മ, അല്ലെ,
നമ്മളെ മക്കള് ഇസ്മായിലുകളാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഹാജറും ഇബ്രാഹീമും ആകാൻ നമ്മൾ പരിശ്രമിക്കണം. നമുക്ക് കഴിയണം, നമുക്കൊരു പരിപൂർണമായ ഒരു മുസ്ലിം ആകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മനസ്സിലെ, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് ഈമാനിനെ നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. നമ്മളെ ജീവിതം മാതൃകയാക്കി കാണിച്ചു കൊടുക്കണം. നമ്മളിങ്ങനെ ഉപദേശങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കലല്ല, നമ്മൾ കാണിച്ചു കൊടുത്ത് അവരുടെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കണം. പറയും വേണം, പക്ഷെ ആ പറച്ചിൽ മാത്രമായി പോകാൻ പാടില്ല. നമ്മളൊരു ഭാഗത്ത് ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നല്ല കാര്യങ്ങൾ, പ്രസംഗം അത് ഇതെല്ലാം കേൾക്കുന്നുണ്ടാവും, ക്ലാസ് കേൾക്കുന്നുണ്ട്, ഖുർആൻ കേൾക്കുന്നുണ്ട്, അതെല്ലാം ചെയ്യുന്നു. എന്നിട്ട് കുട്ടികളോട് പറയാ ഖുർആൻ ഓത് നിസ്കരിക്ക്, പിന്നെ ഇങ്ങനെ ഫോണോ ഇല്ലേ ഇതാക്കില്ല എന്നിട്ട് നമ്മൾ കുട്ടികളെ ഇങ്ങനെ ഉപദേശിക്കും. ആ ഉപദേശത്തിനേക്കാളും ഫലം ചെയ്യാൻ നമ്മളെ ജീവിതം കൊണ്ട് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന കർമ്മങ്ങൾക്കാണ് തീർച്ചയായിട്ടും. അപ്പോ ഈ തക്ബീർ ധ്വനി അല്ലെ, ആ ഒരു ഹജറ ബീവി വളർത്തിയ ആ മകൻ വളർന്ന് അല്ലെ, ഒരു എന്താ പറയാ, ഉപ്പാനെ അത്യാവശ്യം സഹായിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രായമായപ്പോഴേക്കാണ് അല്ലെ ഉപ്പാന്റെ കൂടെ കഴിയാനുള്ള ആ ഒരു അവസരം റബ്ബ് കൊടുക്കുമ്പോഴേക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അടുത്ത പരീക്ഷ അല്ലെ, സുബ്ഹാനല്ലാഹ്, അവര് തയ്യാറാവുകയാണ്. റബ്ബിന്റെ പരീക്ഷ എന്താണെന്നറിയോ? ഇബ്രാഹിമിന് ഏറെ വാർദ്ധക്യത്തിലല്ലേ കിട്ടിയ ഈ കുഞ്ഞ് എന്നെക്കാളും ഇബ്രാഹിമിന് പ്രിയപ്പെട്ടതാകുന്നുണ്ടോ? ആ ഒരു പരീക്ഷണം, സുബ്ഹാനല്ലാഹ്, അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിജയിക്കുന്നത്. തന്റെ ആ ഒരു സ്വപ്നം തന്റെ മകനോട് പറയുകയാണ് അല്ലെ. ആ കുഞ്ഞെന്താ മറുപടി പറഞ്ഞത്? ആ മകൻ എന്താ മറുപടി പറഞ്ഞത്? യാ അബത്തിയിലെ യാ അബത്തി ഫഅൽ മാ തുഅ്മർ, എന്റെ പൊന്നുപ്പ, യാ ബുനയ്യാന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിക്കുന്നത്. യാ അബത്തിയിലെ, ആ പൊന്നു മകനെ, പൊന്നു സ്നേഹത്തോടെയുള്ള അവരുടെ ആ വാത്സല്യത്തോടുള്ള വിളി. ഉപ്പാനോട് എന്താണ് പടച്ചോൻ പറഞ്ഞത് അതുപോലെ ചെയ്ത ഉപ്പ. അതിലല്ലേ ഒരു ആശങ്കയും ഒരു സങ്കോചവും ആവശ്യമില്ല. അവരെ തയ്യാറാവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ചരിത്രങ്ങൾ അയവിറക്കിക്കൊണ്ടാണ് ഇന്ന് ആജിമാരിലെ മിനായില് ടെന്റിലൂടെ താമസിക്കുന്നു, രാപ്പാർക്കുന്നു. ഇവർ രാപ്പാർത്ത ആ ദിവസങ്ങളിൽ, ആ സമയങ്ങളിൽ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ എന്താ പറയാ, അത് കഴിഞ്ഞ് അല്ലെ ബലിയറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആ ഒരു അവസരം, റഹ്മാനായ റബ്ബേ, ആ ഒരു മനസ്സിന്റെ ഒരു റബ്ബിനോടുള്ള അങ്ങേയറ്റത്തെ അനുസരണം, ആ ഒരു കടമ പൂർത്തിയാക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ കുഞ്ഞുമായി ആ ഒരു സ്ഥലത്തേക്ക് പോവാണ് അല്ലെ. അവിടെ വെച്ച് എന്താ പറയാ, കത്തി എന്ന ആ ഒരു ആയുധത്തിന് പിന്നെ മുറിക്കാനുള്ള ഒരു കഴിവാണ് പൊതുവേ ഉള്ളത് അല്ലെ. പക്ഷെ റബ്ബിന്റെ ആ ഒരു തീരുമാനം അവിടെ മാറുകയാണ്. അത്രയും മൂർച്ചയുള്ള കത്തി കൊണ്ട് ആ കുഞ്ഞിനെ അറുക്കാൻ അവിടെ സാധിക്കുന്നില്ല അല്ലെ. റബ്ബിന്റെ കൽപ്പന അവിടെ തിരുത്തുകയാണ്. റബ്ബ് പറയാന്നല്ലേ, മതി അല്ലെ, താങ്കൾ ഇതാ ഈ പരീക്ഷണത്തില് വിജയിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ആടുമായി എത്തുകയാണ് അല്ലെ, മകന് പകരം ബലിയർക്കാൻ. അല്ലാഹു അക്ബർ. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ തക്ബീർ ധ്വനികൾ മുഴങ്ങുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലെ. നിങ്ങൾക്കറിയോ, ഹാജിമാര് ഈ സമയത്ത് അവര് തക്ബീർ അല്ല ചൊല്ലുന്നത്, അവര് ചൊല്ലുന്നത് ലബ്ബൈക്ക് ആണ് അല്ലെ. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. നമുക്കിത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ, ചൊല്ലാനും നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ അതല്ല ചൊല്ലേണ്ടത്. ഇത് ഹാജിമാരവിടെ അല്ലെ, ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാനിതാ റബ്ബേ നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിവിടെ എത്തിയിട്ടുണ്ട് റബ്ബേ. ഹാജർ ഞാനിവിടെ ഹാജറായില്ലേ, അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി അവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് ഈ പെരുന്നാൾ ദിവസം മുതലാണ് അവരെന്ത് ചൊല്ലാൻ തുടങ്ങുക? തക്ബീർ മുഴക്കാൻ തുടങ്ങാൻ. സുബ്ഹാനല്ലാഹ്.
അതുവരെ ലബ്ബൈക്കാണ്. എല്ലായിടത്തേക്കും പോകുമ്പോഴും വരുമ്പോഴും ആക്കുമ്പോൾ എല്ലാ സമയത്തും ഈ തൽബിയത്ത് ഇങ്ങനെ അല്ലെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. ചിലർ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായി, ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഈ ലൈവ് വീഡിയോ കാണുമല്ലോ അവിടെ നിന്നുള്ള, അപ്പോ പിന്നെ തക്ബീർ പിന്നെ നമ്മളും ഈ ലബ്ബൈക്ക് ചൊല്ലാൻ കൂലി ഉണ്ടാവോ? കൂലി ഉണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് പിന്നെ നമുക്ക് ഈ ദിവസങ്ങളിൽ ധാരാളമായി തക്ബീർ ചൊല്ലാനല്ലേ, തക്ബീറുകളും തഹ്മീദുകളും തഹ്ലീലുകളും അധികരിപ്പിക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മളെ തക്ബീർ ചൊല്ലുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ ഒരു ഇത് നമ്മൾ ഓർക്കാല്ലേ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് അല്ലെ, അള്ളാഹു അക്ബറാണ്, അള്ളാഹു മാത്രമാണ് വലിയവൻ. ആ ഒരു ഇതിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ തക്ബീർ ധ്വനികൾ അല്ലെ. അവിടെ പിന്നെ നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ളത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താന്ന് വെച്ചാല്, പിന്നെ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അവിടെ ഉണ്ടായിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന നമുക്കറിയില്ല സുഹൃത്ത്. ഇബ്രാഹിമിലൂടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് പ്രാർത്ഥിക്കുമ്പോഴും വമിൻ ദുർരിയത്തി വമിൻ ദുർരിയത്തി ലെ റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ, ഇങ്ങനെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്. എന്ത് പ്രാർത്ഥിക്കുമ്പോഴും. അപ്പൊ നമ്മളും പ്രാർത്ഥിക്കുമ്പോ എപ്പോഴും നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, സന്തതി പരമ്പരകൾക്ക് വേണ്ടി, വരും തലമുറകൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം, തീർച്ചയായും ഉണ്ടാവണം. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം, റഹ്മാനായ റബ്ബിലെ നമ്മുടെ തലമുറകളിൽ നിന്ന് അല്ലാഹുവേ മുസ്ലിം ഉമ്മത്തിന് ഉപകാരപ്രദമായ ധാരാളം സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകിയ ഓരോ മക്കളെയും റബ്ബേ സ്വാലിഹീങ്ങളാക്കി ഈ ദീനിനും നാടിനും ലെ സമൂഹത്തിനും കുടുംബത്തിനും നാളെ പരലോകത്തും ഉപകാരപ്പെടുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ മക്കളെ ആരെ ഏൽപ്പിക്കുക? അള്ളാനെ ഏൽപ്പിക്കുക അല്ലെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹാജറ ബീവിയെയും ഇസ്മായിലിനെയും ആരെ ഏൽപ്പിച്ചിട്ടാ പോയത്? അള്ളാനെ ഏൽപ്പിച്ചിട്ടാ പോയത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമുക്കും എന്താക്കാൻ കഴിയണം? തവക്കുൽ, റബ്ബിൽ ഭരമേൽപ്പിക്കാൻ നമുക്ക് കഴിയണം. പ്രാർത്ഥനകൾ കൊണ്ട് ശക്തമാകണം. അള്ളാഹുവിന്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ കഴിയണം. മറ്റുള്ളവരെ നമ്മള് ഇപ്പം ഈ ശ്രേഷ്ഠതകളും മഹത്വങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ, ഇത് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാനും നമ്മൾ പരിശ്രമിക്കണം. നമുക്ക് കിട്ടിയ ഒരു അറിവ് അറിയാത്ത ആൾക്കാരുണ്ടാവും. ഈ ദിവസങ്ങൾ ഇങ്ങനെ കാണ് കേട്ടാ. ഇപ്പം ഇത് ഭാര്യമാരല്ലേ, പെണ്ണുങ്ങളല്ലേ ഈ ക്ലാസ്സുകൾ, സ്ത്രീകളാണല്ലോ ഇത് കേൾക്കുന്നത്. കച്ചവടത്തിനും ബിസിനസ് ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് പുറത്തായിരിക്കുന്ന ഭർത്താക്കന്മാർ ഒരുപക്ഷെ അവര് ക്ലാസ്സിനും മറ്റും പോകുന്നുണ്ടാവൂല. ഈ ദിവസങ്ങളുടെ മഹത്വം, ഈ ദിവസങ്ങളിൽ അല്ലെ ധാരാളമായി തക്ബീറുകൾ അധികരിപ്പിക്കാം. നമുക്ക് നിരുപാധികം തക്ബീർ ചൊല്ലാം. എന്നാൽ ദുൽഹജ്ജ് 9 അറഫന്റെ പകല് മുതൽ പിന്നെ ദുൽഹജ്ജ് 13 അയ്യാമു തശ്രീഖിന്റെ 13ന്റെ അവസാനത്തെ അസർ വരെ ചൊല്ലുന്ന പ്രത്യേകമായ സുന്നത്താക്കിയ തക്ബീറുണ്ട്. അത് എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമാണ് ചൊല്ലേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അറിയാത്തവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമുക്ക് ഇരട്ടി പ്രതിഫലമാണ് കിട്ടുന്നത് അല്ലേ. ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഏറെ ശ്രേഷ്ഠത ഉണ്ടെന്ന് പറയുമ്പോൾ, ഒരു ഇൽമ് നമുക്ക് കിട്ടിയ ഒരു ഇൽമ് ഒരാൾക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാന്ന് പറയുന്നത് എന്താണ്? അത് ഏറെ പുണ്യമായ ഒരു കാര്യമാണ് അല്ലെ. സദഖത്തുൻ ജാരിയാണ്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സദഖയാണ് അല്ലെ. ഒരു ഇൽമ് ഇപ്പം ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ എനിക്ക് ഇൽമു പകർന്നു തന്ന ഒരാള് അല്ലെ, സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് ഇൽമു പകർന്നു തന്ന എല്ലാവർക്കും റഹ്മാനായ റബ്ബേ അവർക്ക് അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഗുരുനാഥന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് നന്മയിലേക്ക് വഴി നടത്തി തന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാവർക്കും റഹ്മാനായ റബ്ബേ അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനിലെ. നമ്മളെ നേർവഴിക്ക് നയിക്കാൻ, നമ്മൾ ഈ നേരായ വഴിയിലേക്ക്, ഈ ഒരു സൽക്കർമ്മത്തിന്റെ വഴിയിലേക്ക് നമ്മളെ കാരണക്കാരാക്കിയ ആളുകൾ ഉണ്ടാവും. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സ്വന്തം മക്കളെ മറക്കാതെ, സ്വന്തത്തെ മറക്കാതെ പ്രാർത്ഥിക്കാം.
അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ ദുആയിൽ നമ്മുടെ ഗസയിലുള്ള നമ്മുടെ കുഞ്ഞുമക്കള് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അവര് പ്രാർത്ഥിക്കുമ്പോ മക്കളെന്നല്ല, ആ ഒരു ജനതക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ ഈ നമ്മുടെ നാട്ടില് നിർഭയരായി സുഖിച്ചു കഴിയുകയാണല്ലേ. അവര് ഏത് നിമിഷവും എപ്പോഴാണ് ഒരു ബോംബ് വരിക, എപ്പോഴാണ് ഒരു സ്ഫോടനം നടക്കുക എന്ന് പേടിച്ച് അല്ലെ. എന്നാലും അവരുടെ ഈമാൻ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ശക്തമാണല്ലേ. കുഞ്ഞു മക്കൾക്ക് പോലെ എന്തൊരു ഈമാനാണ്. റഹ്മാനായ റബ്ബേ, അള്ളാഹിന്റെ സഹായം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവർക്ക് അല്ലെ, അവർക്ക് ആ ഒരു മോചനം, അള്ളാഹു ആ ഒരു ശത്രുക്കളിൽ നിന്നുള്ള ഒരു മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ മറന്നുപോകാൻ പാടില്ല. ഇവരൊന്നും പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ മറന്നുപോകാൻ പാടില്ല. കാരണം നമ്മുടെ സഹോദരങ്ങളാണ് അവര്. ഇസ്ലാമിന്റെ മുസ്ലിമായ കുഞ്ഞുമക്കൾ അവിടെ പ്രയാസപ്പെടുന്നു. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബേ, അവർക്ക് നീ മോചനം നൽകണേ അല്ലാഹ്. അവർക്ക് നീ സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം ആ നാട്ടില് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇസ്ലാമിന്റെ കീഴിൽ പൊതുസിലെ എത്താൻ റഹ്മാനായ റബ്ബേ നീ സഹായിക്കണേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും ഹജറ ബീവിന്റെയും ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെയും ചരിത്രങ്ങൾ നമ്മൾ അയവിറക്കി. അപ്പം ഈ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞാല് അത് സമർപ്പണമാണ്. ഇസ്ലാം ഒരു മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ്. അത് നമ്മളെ കൊണ്ട് നമുക്ക് സാധിക്കണം. അത് ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഹജ്ജ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ ഹാജിയായി ജീവിക്കുക എന്നുള്ളതാണ് പ്രയാസം. പലരും ചില ആളുകളോട് എന്താ ഹജ്ജിന് പോകാത്തെ, നിങ്ങൾ ഇത്രയും കഴിവും ഇതൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ എന്താ ഹജ്ജിന് പോകാത്തെന്ന് ചോദിച്ചാല് പറയൂ, ഹജ്ജിന് പോയി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ജീവിക്കണ്ടേ, അല്ലാണ്ട് പിന്നെ ഹജ്ജിന് പോയിട്ട് കാര്യമില്ലല്ലോ, അതിപ്പോ എനിക്ക് കഴിയൊന്നും ഉറപ്പില്ല, അതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊന്നും നമ്മൾ പറയാനോ ചിന്തിക്കാനോ പാടില്ല അല്ലെ. നമ്മളെ ഈമാനിന്റെ ദൗർബല്യമാണ് അങ്ങനെ. നമ്മളങ്ങനെ ശരിക്കും ഒരു ഹാജിയായി ജീവിക്കാൻ പറഞ്ഞാൽ നമ്മളില്ലേ ഹജ്ജിനൊന്നും പോകണ്ട, ഹജ്ജിനൊന്നും പോകാതെ തന്നെ നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കേണ്ടത്. നമ്മളൊരു മുസ്ലിമായിട്ട് ജീവിക്കണ ദുനിയാവില് മരിക്കുന്നത് വരെ അല്ലാഹു തആല ഈമാൻ നൽകി യഥാർത്ഥ തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് മുത്തഖീങ്ങളായിക്കൊണ്ട് മുഹ്സിനീങ്ങളായിക്കൊണ്ട് മുഅ്മിനീങ്ങളായിക്കൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമായി ഈ ദുനിയാവിൽ ജീവിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. കാരണം അല്ലാഹു തആല നമ്മളെ എന്തിനാ സൃഷ്ടിച്ചത്, നമ്മളെ എന്തിനാ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം. നമ്മളെ മേലുള്ള ഉത്തരവാദിത്തം അത് മാത്രം. മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, ശരി തന്നെയാണ്. പക്ഷെ അള്ളാഹു തആല എന്താ പറഞ്ഞറിയോ, നഹ്നു നർസുഖുകും വഇയ്യാകും, നിങ്ങൾക്കും അവർക്കും എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത് നാമാണ്. അത് അള്ളാഹ് ഏറ്റെടുത്തതാ. നമ്മള് മക്കളെ നല്ല തർബിയത്ത് കൊടുത്ത് വളർത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇസ്ലാമികമായ ശിക്ഷണത്തിൽ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, പരിശ്രമവും എല്ലാം. നമുക്ക് ആരെയും ഹിദായത്തില് ആക്കാൻ കഴിയൂല, പക്ഷെ ഹിദായത്തിന്റെ വഴിയിലൂടെ നടത്താൻ നമുക്ക് കഴിയും അല്ലെ. ഹിദായത്തിന്റെ വഴിയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, ഹിദായത്ത് ഇതാണെന്ന് കാണിച്ചു കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അത് നമ്മൾ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെയും നമ്മുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ഹിദായത്തിന്റെ മാർഗത്തിൽ ജീവിക്കാൻ, യഥാർത്ഥ തൗഹീദുള്ള യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം ഈ ദിവസങ്ങള് അള്ളാഹു നൽകിയ ഗിഫ്റ്റ് അല്ലെ, സമ്മാനം. ഈ സമ്മാനത്തെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക, സക്കാത്ത് പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ഈ ദിവസങ്ങളിൽ കൊടുക്കുക. സദക്കകൾ ദിവസങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് ഓരോ ദിവസത്തെയും പ്രതിഫലവും ശ്രേഷ്ഠതയും ആഗ്രഹിച്ചുകൊണ്ട് പറ്റുന്നത് പോലെ ഉള്ളത് കൊണ്ട് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. കൊടുത്താൽ നമുക്കൊരു നഷ്ടം വരില്ല, ഉറപ്പാണത്. അള്ളാഹ് പറഞ്ഞ കാര്യമാണത് അല്ലെ. ഞാൻ ഇരട്ടി ആക്കിയിട്ട് തരാന്ന് അള്ളാഹു തആല പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നഷ്ടം, നമ്മുടെ സമ്പത്ത് കുറഞ്ഞു പോകൂലേ എന്ന് വിചാരിക്കേണ്ട. പെരുന്നാളിന് വസ്ത്രം അല്ലെ എടുക്കുമ്പോ
വലിയ പൈസന്റെ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ വെട്ടിച്ചുരുക്കി പകുതിയാക്കി ബാക്കി പകുതി എന്താക്കുക, റബ്ബിന് വേണ്ടിയിട്ട് അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്യാം. അങ്ങനെ ഇന്ന് ആവശ്യക്കാർ ഒരുപാടുണ്ട്. കാരണം എന്താ അറിയോ, രോഗികൾ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാടുണ്ട്. അള്ളാഹു എല്ലാ രോഗികൾക്കും അള്ളാഹു ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ അവരെ കൂടി എല്ലാവരും എപ്പോഴും ഉൾപ്പെടുത്താം അല്ലെ. അള്ളാഹുവിന്റെ അനുഗ്രഹം തന്നെയാണ്, അള്ളാഹുവിന്റെ മഅയ്യത്താണ് അല്ലെ. ഒരു രോഗിക്ക് അള്ളാഹിന്റെ മഅയ്യത്ത് ഉണ്ടെന്ന, അള്ളാഹുവിന്റെ സാമീപ്യം, പ്രസൻസ്, സുബ്ഹാനല്ലാഹ് അല്ലെ. അതുകൊണ്ടല്ലേ നമ്മളോട് രോഗിനെ സന്ദർശിക്കാൻ പറയുന്നത്. നാളെ റബ്ബ് ചോദിക്കൂലേ, ഞാൻ നിന്റെ അടുത്ത് ഞാൻ രോഗിയായപ്പോ നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല? അപ്പൊ ഈ ദിവസങ്ങളിൽ രോഗസന്ദർശനത്തിന് ഏറെ പ്രതിഫലമുണ്ട്. സാധാരണയിൽ തന്നെ 70,000 മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന, സ്വർഗത്തിലൊരു പൂന്തോപ്പിൽ ഇരിക്കുന്ന അത്രയും പ്രതിഫലമുള്ള ഒരു കർമ്മമാണെന്ത്, ഒരു രോഗസന്ദർശനം എന്നുള്ളത്. അത് ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ഒരു ദിവസമെങ്കിലും അതിനു വേണ്ടി എന്താക്കുക, മാറ്റിവെക്കുക, ഉപയോഗപ്പെടുത്താം. ഇപ്പോ ഒരുപാട് ഇങ്ങനെ പാലിയേറ്റീവ് കെയറുകള്, സെന്ററുകള്, അതുപോലെ ഈ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ CH സെന്റർ, മറ്റേ തണല്, ഇങ്ങനെ ഒരുപാടുണ്ട് അല്ലെ. പാവപ്പെട്ട രോഗികളായാലും കഴിവില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഇതാക്കുന്ന അങ്ങനെയുള്ള സെന്ററുകൾ ഒന്ന് വെറുതെ ഒന്ന് പോയി സന്ദർശിച്ചു നോക്ക്. സുബ്ഹാനല്ലാഹ്, സാധിക്കുമെങ്കിൽ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി നോക്ക്. റബ്ബേ അല്ലെ, റബ്ബിന്റെ അനുഗ്രഹം നമുക്ക് വാരിക്കോരി തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നത് വളരെ കുറച്ച് മാത്രം. ഖലീലമ്മാ തശ്കുറൂൻ. നമ്മള് നന്ദി കാണിക്കുന്ന നല്ല അടിമകളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഓർക്കാനും അതിന് അള്ളാഹുവിന് ശുക്റുള്ള നല്ല അടിമകളായി തീരാനും പരിശ്രമിക്കുക. ഈ ദിവസങ്ങള് ഇനി പറയാന് എന്താ പറയാ, പറയാന്ന് വെച്ചാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പം തക്ബീറിന്റെ കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. പിന്നെ ധാരാളമായി തക്ബീറുകൾ തന്നെ അധികരിപ്പിക്കുക. പിന്നെ അതുപോലെ നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കുന്നവർക്കും ജമാഅത്തായി നിസ്കരിക്കുന്നവർക്കും അർഫാ ദിവസത്തിന്റെ ഫജ്ർ മുതൽ അയ്യാമത്തെ ശരിക്കിന്റെ അവസാനം വരെ എല്ലാ നിസ്കാരത്തിന് ശേഷവും എന്താക്കാം, തക്ബീറുകൾ ചൊല്ലല് സുന്നത്താണ്. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നാളെ മുതൽ പിന്നെ നാളെ അല്ല അല്ലെ, മറ്റന്നാളാ ഇൻഷാ അല്ലാഹ്. അപ്പോ പിന്നെ ആ ഒരു കാര്യം, നാളെ അറഫ ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലെ, വിദേശത്തുള്ള ആളുകൾക്കൊക്കെ നാളെ അറഫയാണല്ലോ. അപ്പം പിന്നെ അറഫന്റെ ആ ഫജ്ർ മുതൽ എന്താക്കാം, നിസ്കാരത്തിന് ശേഷം ധാരാളമായി തക്ബീറുകൾ ചൊല്ലാം. തക്ബീർ ഏതാണ്? നമ്മൾ ഈ പെരുന്നാളിനെ മാസം കണ്ടു കഴിഞ്ഞാല് നമ്മൾ ചൊല്ലുന്ന തക്ബീറില്ലേ, ആ തക്ബീർ തന്നെയാണ്. അപ്പം പിന്നെ അല്ലാതെ ഈ ദിവസം നിരുപാധികം നമുക്ക് ഏത് സമയം നോക്കാതെ എന്താക്ക, ധാരാളമായിട്ട് പിന്നെ തക്ബീറുകൾ ചൊല്ലാം. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് തന്നെ ധാരാളം അധികരിപ്പിക്കുക. പിന്നെ രാത്രി നമസ്കാരം, ദുഹാ നമസ്കാരം, പിന്നെ അതുപോലെ ഫർള് നമസ്കാരങ്ങളുടെ ശേഷവും മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണം, ദാനധർമ്മം, പ്രാർത്ഥന, ഇസ്തിഗ്ഫാർ, അങ്ങനെ എല്ലാ ഇബാദത്തുകളും ധാരാളമായി നമുക്ക് കഴിയുന്നത്ര അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബന്ധുവീടുകൾ സന്ദർശിക്കല്, രോഗസന്ദർശനം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും പിന്നെ നമ്മളെ നമ്മുടെ അമലുകളുടെ കനം തൂക്കാൻ വേണ്ടിയിട്ട്, കൂടുതലാക്കാൻ വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് ഇൻവോൾവ് ആകാൻ കഴിയോ അതെല്ലാം പിന്നെ നമ്മൾ അധികരിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ ഈ ദിവസം ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഹജറ ബീവിയുടെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ആ ഒരു സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ, പരിശ്രമത്തിന്റെ ഓർമ്മയിലൂടെ കടന്നു പോകുന്ന ഈ ദിവസങ്ങളിൽ നമുക്കും നമ്മുടെ ജീവിതവും അവരെ പോലെ അള്ളാഹുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കാൻ തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അള്ളാഹുവെ ഞങ്ങൾ ഈ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയതും ഇവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതും എല്ലാം. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ നാഥ.
ഞങ്ങളെ പൂർണ്ണമായി നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. എന്തെങ്കിലും തരത്തിൽ ഞങ്ങളിൽ വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ കഴിവില്ലായ്മ കൊണ്ടോ സാഹചര്യം കൊണ്ടോ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ, നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നിന്റെ ദിക്ർ കൈവിടാതെ എപ്പോഴും നിന്നെ ഓർത്തുകൊണ്ട് സദാസമയം നിന്റെ ദിക്റിലായിക്കൊണ്ട് ജീവിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥ. എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും നല്ല നിയത്തോടു കൂടി ഇഖ്ലാസോടു കൂടി ചെയ്യാൻ റഹ്മാനായ റബ്ബേ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. നിന്റെ സഹായമില്ലാതെ ഞങ്ങൾക്ക് ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കില്ല റഹ്മാനായ റബ്ബേ. നിന്റെ റഹ്മത്തും ഫضലും ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞ് അനുഗ്രഹിക്കണേ റഹ്മാനെ. അതിലൂടെ നിന്റെ ഇഷ്ടദാസന്മാരായി ദുനിയാവിൽ ജീവിക്കാൻ, നീ ഇഷ്ടപ്പെട്ട നീ പ്രിയപ്പെട്ട നിന്റെ ഒരു അടിമയായി ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന അവസാന വാക്ക് അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണത്തിന്റെ സമയത്ത് റഹ്മാനായ റബ്ബേ, മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത് അല്ലാഹുവേ സ്വർഗത്തിന്റെ മലായികത്തുകൾ കാണാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണശേഷം ഖബറിൽ കിടക്കുന്ന അവസരം അല്ലാഹുവേ ഞങ്ങളുടെ ഖബറുകൾ നീ വിശാലമാക്കി തരണേ റഹ്മാനെ. ഖബറിലെ ചോദ്യങ്ങൾക്ക് അല്ലാഹുവേ കൃത്യമായ ഉത്തരം പറയുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ പഠിച്ച ഈ പരിശുദ്ധ ഖുർആനും ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും റബ്ബേ ഞങ്ങൾക്ക് അവിടെ വെളിച്ചമായി നൽകി എല്ലാവരും കൂട്ടുകാരനായി ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണാനന്തരം ബർസഖി ജീവിതം കഴിഞ്ഞു പുനരുത്ഥാന നാളിൽ അല്ലാഹുവേ ആ ഒരു ദിവസത്തിൽ ആ മഹ്ശറ ലോകത്ത് അല്ലാഹുവേ വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ റഹ്മാനായ റബ്ബേ ഞങ്ങളെ എല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥാ. അവിടെ വിചാരണയില്ലാതെ അദാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നാഥാ ഞങ്ങളെ എല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന ഏറ്റവും ആദ്യം ലോകത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആ സ്വർഗത്തില് അള്ളാഹുവേ നിന്നെ കണ്ടുമുട്ടാനുള്ള അതിയായ കൊതിയുണ്ട് റഹ്മാനായ റബ്ബേ. ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. സ്വർഗത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മറ്റു പ്രവാചകന്മാരോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം സിദ്ദീഖീങ്ങളോടൊപ്പം ഷഹദാക്കളോടൊപ്പം ഒരു സ്ഥാനം റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. കത്തിയാളുന്ന നരകശിക്ഷ ഞങ്ങളേറെ ഭയപ്പെടുന്നു റഹ്മാനായ റബ്ബേ. ആ കഠിനമായ നരകശിക്ഷയെ തൊട്ട് റഹ്മാനായ റബ്ബേ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഒരു നിമിഷം പോലും നരകം സ്പർശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നന്മ പറഞ്ഞു തന്ന ഞങ്ങളുടെ മുമ്പേ കഴിഞ്ഞു പോയ ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മുമ്പേ സഞ്ചരിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخل الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.